ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോളം ഇത്ര ഉജ്ജ്വലമായ വിജയം കൈവരിച്ചൊരു പാർട്ടി വേറെയില്ല. 3000-ലധികം ജനപ്രതിനിധികൾ ഇന്ന് നമുക്കുണ്ട്. 300 ചില്ലാനം പഞ്ചായത്ത് പ്രസിഡന്റുമാർ നമുക്കുണ്ട്. നമുക്ക് ലോക്സഭയിൽ MP-മാരുണ്ട് 4 എണ്ണം, രാജ്യസഭയിലും 2 എണ്ണം ഉണ്ട്. മാത്രല്ല നമുക്ക് 6 മന്ത്രിമാരുള്ള സമയത്താണ് നമ്മൾ ഇപ്പൊ ഈ യോഗ ഇവിടെ നടത്തുന്നത്. 6 മന്ത്രിമാർ. നമുക്ക് 4 മന്ത്രിമാരായപ്പോ 5-ാം മന്ത്രി കൊടുക്കുമെന്ന് സംശയിച്ച സമയത്താണ് പടച്ചോന്റെ ഖലായിനാൽ 5 മന്ത്രി തന്നെ കിട്ടിയത്. അപ്പൊ നമ്മളെ പിരാന്താക്കാൻ ചിലവര് ചോദിച്ചു, ഇന്ത്യ 6 എണ്ണം ചോദിക്കാഞ്ഞ്. അപ്പൊ അള്ള തമിഴ്നാട്ടിൽ ഒന്നുകൂടി തന്നു. ഇപ്പൊ 6 എണ്ണം തേഞ്ഞ്. മാത്രല്ല നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യ രാജ്യത്ത് 2 സംസ്ഥാനത്ത് ക്യാബിനറ്റ് റാങ്കുള്ള ഏറ്റവും വലിയ പാർട്ടി ഒന്ന് BJP ആണെങ്കിൽ, 2ാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, 3ാമത് പാണക്കാട് സ്വാദിഖലി തങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയ കൈവരിച്ചത്. നമ്മളെ നേതാക്കന്മാരൊക്കെ 50,000-ലധികം ഭൂരിപക്ഷമാണ്. പാർലമെന്റിക്കാ നിന്നതെന്ന് തോന്നിപ്പോവും. ഓരോരുത്തരെ ലീഡ് കണ്ടാൽ 1, 2, 3, 4, 5, 6 സ്ഥാനങ്ങളൊക്കെ നമുക്കാണ്. ആദ്യത്തെ 11 ആളുകൾ 50,000-ൽ പരം വോട്ടിന് UDF-ൽ ജയിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഉമാ തോമസും, ഒന്ന് ആര്യാടൻ ഷൗക്കത്തും, ഒന്ന് ചാണ്ടി ഉമ്മനുമാണെങ്കിൽ അതിൽ ബാക്കിയുള്ളവരെല്ലാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബലമാരാണ്. പിണറായി വിജയൻ ആകെ കിട്ടിയ വോട്ടിന്റെ അത്ര ഭൂരിപക്ഷമാണ് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തില്. ഇങ്ങനെ ഒരു ഓസ്കാർ പുരസ്കാരത്തെ വെല്ലുന്ന, അതിനേക്കാൾ ദറജയുള്ള വിജയം നമ്മൾ കൈവരിച്ചു. നിർത്തിയ സ്ഥലങ്ങളിൽ 5 സ്ഥലത്ത് മാത്രമാണ് നമ്മൾ പരാജയപ്പെട്ടത്. അത് തന്നെ 3 എണ്ണം തുച്ഛം വോട്ടിനെ നമുക്ക് നഷ്ടപ്പെട്ടത്. കൂത്തുപറമ്പില്, അഴീക്കോട്, ഗുരുവായൂര് 1000-ൽ താഴെ വോട്ടുകൾക്ക് വരെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, ഇപ്പൊ ഈ യുദ്ധക്കെടുതിയൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, വിമാനത്തിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് വരാൻ പറ്റിയിരുന്നുവെങ്കിൽ 100-ൽ 100 വാങ്ങുന്ന പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുമായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം വന്നു. ഒരു കാലത്ത് നമുക്ക് ചില അപജയങ്ങൾ ഉണ്ടായപ്പോ എന്തെല്ലാനാ പറഞ്ഞിരുന്നത്? ദാ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി പോയി മലപ്പുറം ചോന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് 3 സ്ഥലത്താണ് നിങ്ങൾ ഞങ്ങളെ കോട്ട പൊട്ടിച്ചതെങ്കിൽ അതിന് തിരിച്ചടിയായി മുസ്ലിം ലീഗ് 13 കോട്ടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളത് പൊട്ടിച്ചത്. 13 എണ്ണം. ആന കുത്തിയാൽ കുലുങ്ങാത്ത പല മണ്ഡലങ്ങളും